ഗവേഷണം ഇല്ലാതിരുന്നതാണ് ആയുർവേദത്തിന്റെ വളർച്ച തടസ്സപ്പെടാൻ കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആധുനിക ചികിത്സാരംഗത്തുള്ളവർക്ക് ആയുർവേദത്തോട് പ്രത്യേക മനോഭാവമാണ്. അവർ ആയുർവേദത്തെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പടിയൂർ കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്നതിലേക്ക് ഏറെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ക്ഷണിക്കുന്നു. കേരളത്തിൽ ആയുർവേദ ചികിത്സയ്ക്ക് എത്തിപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ദീർഘകാലമായി ആയുർവേദ രംഗത്ത് യശസ് നേടാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആയുർവേദ മേഖല കാലാനുസൃതമായി വികാസം പ്രാപിക്കുന്നില്ലെന്ന പ്രശ്നം എല്ലാവർക്കുമുണ്ട്. ബ്രിട്ടീഷ് കാലത്ത് ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കാത്ത സമീപനം സ്വീകരിച്ചു. ഓരോ നാട്ടിലും ചികിത്സിക്കാൻ നാട്ടുവൈദ്യന്മാർ ഉണ്ടായിരുന്നു. ഏത് വിജ്ഞാനശാഖയ്ക്കും കാലാനുസൃതമായ വളർച്ച ഉണ്ടാകണമെങ്കിൽ ഗവേഷണങ്ങൾ വേണം. നിർഭാഗ്യവശാൽ ഈ കാലയളവാകെ ഗവേഷണങ്ങൾ ഉണ്ടായില്ല. ആയുർവേദത്തിൽ ഉള്ളറിവ് പ്രയോഗിക്കുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് വിജ്ഞാനശാഖക്കും കാലാനുസൃതമായ വളർച്ചയുണ്ടാകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളും മറ്റും നടക്കണം. നിർഭാഗ്യവശാൽ ഉള്ള അറിവ് ഉപയോഗിക്കുക എന്നല്ലാതെ ഈ കാലയളവാകെ എടുത്താൽ ഈ രംഗത്ത് ഗവേഷണം ഉണ്ടായില്ല എന്നാണ് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? നാട്ടിൽ പലവിധ അറിവുള്ളവരുണ്ടായിരുന്നു. ആ അറിവ് മികവാർന്നതായിരുന്നു, വളരെ ഒറ്റപ്പെട്ടതുമായിരുന്നു. മറ്റു പലർക്കും അറിയാത്ത അറിവ് സ്വായത്തമാക്കിയ വൈദ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യകരമായ ഒരു കാര്യം, ഈ അറിവ് വളരെ രഹസ്യമാക്കി വെച്ചു എന്നുള്ളതാണ്. അതിൻ്റെ നാട്ടിൽ പലവിധ അറിവുള്ള വൈദ്യന്മാർ ഉണ്ടായിരുന്നു. പലരും ഈ അറിവ് രഹസ്യമാക്കി വെച്ചു. അതുകൊണ്ട് തന്നെ പലവിധ അറിവുകളും നഷ്ടപ്പെട്ടുപോയി. ആയുർവേദം ഇപ്പോഴും മികവാർന്ന വൈദ്യശാഖയായി നിൽക്കുന്നു. നാട്ടിലെ പരമ്പരാഗത വൈദ്യന്മാരാണ് ഈ രംഗത്തെ ഇങ്ങനെ മാറ്റിയത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടർന്ന അവഗണന പിന്നീടും തുടർന്നു വന്നു. അതിന്റെ ഭാഗമായി അലോപ്പതി രംഗത്തുള്ളവർ ആയുർവേദത്തെ ഒരു ചികിത്സാ രീതിയായി പോലും അംഗീകരിച്ചില്ല. ഇക്കൂട്ടർ ആയുർവേദം തെറ്റായ രീതിയെന്ന് പ്രചരിപ്പിച്ചു. മരുന്ന് കഴിച്ചാൽ അപകടം സംഭവിക്കും, ദോഷമുണ്ടെന്ന തരത്തിൽ വരെ പ്രചരണം നടത്തി. എന്നാൽ ഉന്നതരായ അലോപ്പതി ഡോക്ടർമാർ തന്നെ ആയുർവേദവും പഠിച്ചവരുണ്ട്. അവർ ഈ രണ്ട് മേഖലയിലും മികച്ച സംഭാവന നൽകിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്തോ അപകടം സംഭവിക്കും, വലിയ തോതിലുള്ള ദോഷമുണ്ട്, പലതരത്തിലുള്ള ദോഷം പറയുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു പ്രചാരകനാണെന്നുള്ളതുകൊണ്ട് ആ ദോഷം എന്തൊക്കെയാ പറയുന്നുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെയെല്ലാമുള്ള പ്രചരണം അവരഴിച്ചു വിട്ടു. പക്ഷേ നമുക്കറിയാം, ഉന്നതരായ ചില അലോപ്പതി ഡോക്ടർമാർ തന്നെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ആയുർവേദം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അലോപ്പതി ചികിത്സയോടൊപ്പം തന്നെ ആയുർവേദ രംഗത്തും അവർ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിലൊരു പ്രധാനിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത ഡോക്ടർ വല്യത്താൻ. ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിനായി നിലവിൽ ഏറ്റെടുത്ത ഭൂമി മതിയാകാതെ വന്നാൽ കൂടുതൽ സ്ഥലം എടുക്കണം. ലോകമറിയപ്പെടുന്ന ഗവേഷണ കേന്ദ്രമായി ഇത് വളരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഗോബർഗഡെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനപ്രതിനിധികളായ കെ ശൈലജ MLA, വി ശിവദാസൻ MP, പടിയൂർ കല്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശ്രീജ, ബി രാമചന്ദ്രൻ, ബി ഷംസുദ്ദീൻ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ രാഗേഷ്, മാത്യു കുന്നപ്പള്ളി, PP ദിവാകരൻ, സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്റർ സജിത് ബാബു IAS എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.